മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള വഖഫ് സംരക്ഷണ വേദിയാണ് ഹർജി നൽകിയത്. വഖഫ് ട്രിബ്യൂണലിനെ മറികടന്നുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. ജിഷ്ണു, മുനമ്പത്തെ വഖഫ് ഭൂമി അല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അമൽ, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കേണ്ടത്, അതിലെ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. ആദ്യം ആ വഖഫ് ട്രൈബ്യൂണലിനെ മറികടന്നുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധി അസാധുവാണെന്നും അത് റദ്ദാക്കണമെന്നുള്ള വാദമാണ് ഈ വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ കോടതി അതിൽ എന്ത് നിരീക്ഷണവും തീരുമാനവും എടുക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് മുനമ്പം ജനത അതിനെ വളരെ ശക്തമായി തന്നെ കോടതിക്കകത്ത് എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഈ മുനമ്പം ഭൂമിയിൽ ഹൈക്കോടതി വിധിക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ എന്ത് നിരീക്ഷണം ഉണ്ടാകും എന്ന് നോക്കിക്കാണണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർണായകമായ ബില്ല് കേന്ദ്ര സർക്കാർ ഇതിനോടകം കൊണ്ടുവന്നിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതിയിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി വഖഫ് ഭൂമി പിടിച്ചടക്കിയിട്ടുണ്ട്. നേരത്തെ ഇത് പരിശോധിക്കാൻ നിയോഗിച്ച പാർലമെന്ററി കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാട്ടിയത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വഖഫ് രാജ്യത്ത് ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന നിരീക്ഷണവും പരസ്യ പ്രതികരണവും ആ പാർലമെന്ററി കമ്മിറ്റിയും നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം ഭൂമി വഖഫാണെന്ന് വഖഫ് ബോർഡ് ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ അവകാശപ്പെടുമ്പോൾ അത് തൻ്റേതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നേരത്തെ ആ ഭൂ ഉടമയ്ക്കായിരുന്നു. അതും പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലായിരുന്നു. നിലവിൽ അതിലെല്ലാം ഒരു സുതാര്യത കൊണ്ടുവന്ന് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം മുനമ്പം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം കേരള BJPയുടെ ഭാഗത്തുനിന്നും അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ മുനമ്പം ജനതയ്ക്ക് വേണ്ടി നടത്തിയിരുന്നു. ഇപ്പോൾ ആ വിഷയം സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നു. കേരള ഹൈക്കോടതിയുടെ വിധി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന കേരള ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വഖഫ് സംരക്ഷണ വേദിയാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അമൽ.